നാടകവേദിക്ക് പിറകിൽ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് തൃശ്ശൂരിലെ ഇറ്റ്ഫോക്കിൽ. നാടകങ്ങൾക്കായുള്ള പ്രോപ്പർട്ടികൾ മുതൽ ആംബിയൻസ് ഒരുക്കുന്നവർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. തിരശീല ഉയരുന്നതും കാത്തിരിക്കുന്നവർ, മരച്ചുവട്ടിൽ ആടിപ്പാടുന്നവർ, സൗഹൃദം പുതുക്കുന്നവർ, ഇങ്ങനെ വൈവിധ്യമാർന്ന ഒത്തുചേരലുകളാൽ സമ്പന്നമാണ് തൃശ്ശൂരിലെ സംഗീത നാടക അക്കാദമി അങ്കണം. എന്നാൽ ഇവയൊന്നും ആസ്വദിക്കാനാകാത്ത ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഇവിടെ. ഇവരെ കാണണമെങ്കിൽ നാടകവേദികൾക്ക് പിറകിലെത്തണം. ഊണും ഉറക്കവുമില്ലാതെ നാടകങ്ങൾക്കായുള്ള പ്രോപ്പർട്ടികൾ മുതൽ അക്കാദമി അങ്കണത്തിൽ ആംബിയൻസ് ഒരുക്കുന്നവർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. കൂട്ടമായ ഒരു പ്രവർത്തനമാണ്. രാത്രിയും ഇല്ല, പകലില്ല എന്നുള്ള രീതിയിൽ ചിലപ്പോൾ 5 മണിക്കാവും ഇവിടുന്ന് പോകണ്ടാവുക. അത്രയും ഇതായിട്ട് ചിലപ്പോൾ കാലത്ത് 5 മണിക്ക് പോയാലും കൂടി 9 മണിക്ക് തിരിച്ചു വരും. അങ്ങനെയും കൂടി ഞങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഓരോ പരിപാടികളും നടത്തുന്നത്. കളിച്ചതിൽ ഇവർ കാണാൻ ആഗ്രഹിച്ച നാടകങ്ങളുണ്ട്, കളിക്കാനിരിക്കുന്നതിലും കാണണമെന്നുള്ളവയുണ്ട്. എന്നാൽ ഈ മോഹമെല്ലാം ഉള്ളിലൊതുക്കി നിറഞ്ഞ മനസ്സോടെ ഇറ്റ്ഫോക്കിന്റെ വിജയത്തിനായി കൈമയും മറന്ന് അധ്വാനിക്കുകയാണ് ഇക്കൂട്ടർ. സാംസൺ നാടകം കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. 2 പ്ലേ ഉണ്ടായിരുന്നു, കണ്ടില്ല. ഒരുപാട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന നാടകം കാണാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്നായിരുന്നു. നടന്നില്ല. അത് നമ്മൾ വർക്കിന്റെ ഭാഗമല്ലേ. ഓരോ ഫെസ്റ്റിവലുകളുടെയും വിജയത്തിന് പുറകിൽ ഇങ്ങനെ ഒരു കൂട്ടം മനുഷ്യരുണ്ട്. കലാസ്വാദക മനസ്സിനെ അടക്കിപ്പിടിച്ച് ഊണും ഉറക്കവുമില്ലാതെ കലയുടെ വിജയത്തിനായി അധ്വാനിക്കുന്നവർ. അനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.